ഇല്ല. നമ്മളിപ്പോ യൂട്യൂബൊക്കെ എടുത്തു നോക്കിയാല് ഇപ്പോഴും ഈ SIR അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. എടോ JCB കൊടുന്ന് പൊളിക്കുക ഒരു തലക്കെ. JCB കൊടുന്ന് ഒന്നും ആസാമിൽ പൊളിച്ചിക്കണ്. കോടിക്കണക്കിന് ആൾക്കാർ വോട്ടർ പട്ടികയെന്ന് അതാ സേച്ചിട്ട് നീങ്ങണം. ഇനി പാസ്പോർട്ടൊന്നും ഉണ്ടാവില്ല, ഉംറയും ഹജ്ജൊന്നും ഇല്ല. ഇതിനൊക്കെ അപേക്ഷിക്കാൻ പാസ്പോർട്ട് വേണം. അടിസ്ഥാന രേഖമല കളിക്കണത്. ഈ സമയത്തും നമ്മൾ തമ്മിലുള്ള നാത്തുമ്പോരും ചക്രവർത്തിപ്പോരും ഒന്നും തീർന്നിട്ടില്ല. ഭയങ്കര നമ്മളെ തൂക്കാൻ കൊണ്ടുപോകണം. അപ്പോഴും തല്ല. പണ്ട് 100 ആൾക്കാരൊരു ബസ്സിൽ തൂക്കാൻ കൊണ്ടുപോയി. 100 ആൾക്കാരൊരു ബസ്സിൽ തൂക്കാൻ കൊണ്ടുപോകാണ്. അപ്പൊ ആ ബസ്സിൽ പൊരിഞ്ഞ അടി. എന്തിനാ അറിയാം? സൈഡിലെ സീറ്റിലിരിക്കാന്. പിന്നെ എന്ത് സൈഡാണ് അവിടെ? ഒക്കത്തിന് സൈഡാക്കാൻ കൊണ്ടുപോകാണ്. അപ്പൊ സൈഡിലെ സീറ്റിന് തല്ല്. നമ്മളെ ഈ അഭിപ്രായ വ്യത്യാസമൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരെ എതിർക്കണം. ഇവരെ എതിർത്തില്ലെങ്കിൽ എന്താ? BJP വാ പിളർന്ന് നിൽക്കുകയാണ്. ഒരു സുരേഷ് ഗോപി ജയിച്ച പോലല്ല. നിരവധി മണ്ഡലങ്ങളിൽ BJPക്ക് ലീഡുണ്ടാക്കുന്ന പരുവത്തിലേക്ക് പോയി. പാലക്കാട് ഇപ്പൊ കണ്ട നമുക്കൊരു ജാഥ പോലും മര്യാദക്ക് നടത്താൻ നയക്കുന്നില്ല. വെടിമരുന്നിന് തീ കൊടുക്കാൻ നിൽക്കുമ്പോ പോലീസ് വിളിക്കും. ഇപ്പൊ കോട്ടക്കൽ നമ്മൾ നാസറിനെ വിളിച്ചു, പോലീസുകാർ ചോദിച്ചു. ആള് കൂടിക്കണല്ലോ. ആള് കൂടും, കാരണം കാണാൻ വന്നതാണ്. ഇത് പൊട്ടിയാൽ എപ്പോഴാ നിൽക്കുക എന്ന് അത് പറയാൻ പറ്റൂല. അത് എന്നാ തീ കൊടുക്കാൻ പറ്റൂല അറിയാം. നാസർ പറഞ്ഞു ഞാൻ വാങ്ങുമ്പോ തീ കൊടുക്കുമ്പോ പൊട്ടുമെന്ന് ചോദിച്ചിട്ടാ വാങ്ങിക്കണം. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓനാണ് കൊടുത്ത് അടുക്ക പൊട്ടി. ഇവിടെ ഇതൊന്നും നടക്കൂല. 45-50 കൊല്ലായിട്ട് സഖാക്കൾ ഭരിച്ച പഞ്ചായത്ത് നമ്മൾ പിടിച്ചപ്പോ പാറാട് വാളെടുത്ത് നടന്നു എല്ലാ വീട്ടിലും. ആരടാ എന്താടാ ചോദിച്ചിട്ട്. എന്നാൽ 40-45-60 കൊല്ലായിട്ട് CPM ഭരിക്കുന്ന കോർപ്പറേഷൻ BJP ഭരിച്ചപ്പോ അവിടെ വാളെടുക്കാൻ CPM ഉണ്ടായില്ല. നമ്മൾ മനസ്സിലാക്കണം. അതാണ് ബാലന്റെ വർത്താനം. ഇവര് എല്ലാരും സുഖിപ്പിക്കും. പാണക്കാട് തങ്ങൾ നല്ലവനെന്ന് പറയും. പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ അപകടകാരിയായ വർഗീയവാദി എന്നും പറയും മാർക്സിസ്റ്റ് പാർട്ടി. അബ്ദുൽ നാസർ മഅദനി ഭീകരവാദി എന്ന പുസ്തകം എഴുതും. അബ്ദുൽ നാസർ മഅദനി മഹാത്മാഗാന്ധിക്ക് തുല്യൻ എന്നും പറയും മാർക്സിസ്റ്റ് പാർട്ടി. ജമാഅത്ത് ഇസ്ലാമിക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കും പിണറായി. എന്നാ ജമാഅത്ത് ഇസ്ലാമി കൊടിയ ഭീകരവാദി എന്ന് പറയും. ഇബ്രാഹിം സുലൈമാൻ സേട്ട് പാകിസ്ഥാൻ ചാരൻ എന്ന് പറയും. എന്നാൽ ആ സേട്ടു തന്നെ ഭീകരവാദി എന്നും പറയും. വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിഷം ചുമറ്റുന്ന കേരള തൊഗാഡിയ എന്ന് പറയും. എന്നാൽ ഇയാൾ കുമാരനാശാന്റെ യഥാർത്ഥ അനുയായി എന്നും പറയും. പിണറായിക്ക് എത്ര നിറ! പിണറായിയുടെ നിറം മാറ്റം കണ്ട് ഓന്ത് പോലും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഓന്തിനെ പോലെ നിറം മാറുകയും അരണയുടെ ബുദ്ധിയും ഈനാമ്പേച്ചിയുടെ സ്വഭാവവും കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുമുള്ള ഒരു അപൂർവ ജീവിയായി മാർക്സിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപകടകരമായ പോക്കാണ്. അതുകൊണ്ടാ എല്ലാവരും പരസ്പരം സ്വന്തം പാർട്ടിക്കാർ ഇവർ വോട്ട് ചെയ്തില്ല. CPI പറയുന്നത് ഞങ്ങളവര് കാല് വാരിയിരുന്നു. കോഴിക്കോട് RJD പറയുന്നത് CPM ഞങ്ങളെ കാല് വാരിയിരുന്നു. അതിലിടക്ക് കേട്ട് INL ഇവരെ വാരിയിരുന്നു. INL അങ്ങണ്ട് വാരിയ നോക്കണങ്ങൾ. കുഞ്ഞമ്മത്തിക്കും പഞ്ഞീനോ എന്ന് പണ്ടാരോ ചോദിച്ചു. INL അങ്ങണ്ട് കാല് വാരിയ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാല് INL വാരണമെങ്കിൽ എത്രമാത്രം രാഷ്ട്രീയ തളർവാദത്തിലാണ് നിങ്ങൾ. അപ്പൊ INL വാരാൻ പറ്റിയ കാലം ഞങ്ങൾക്കുള്ളൂ എന്നർത്ഥം. അപ്പൊ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും അങ്ങനെയാണ്. അതുകൊണ്ടാ പോയത്. മുഖ്യമന്ത്രി സഞ്ചരിച്ചിടത്തൊക്കെ പോയി, റിയാസ് സഞ്ചരിച്ചിടത്തൊക്കെ പോയി, KT ജലീലിന്റെ പഞ്ചായത്ത് കംപ്ലീറ്റ് പോയി. മലപ്പുറം ജില്ലയിൽ നമ്മൾ ജമ്മത്തിൽ കയറാത്ത പുറത്തൂര്, വട്ടംകുളം, ഞാൻ എണ്ണണോ? EMSന്റെ തറവാട് ഏലംകുളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗുകാരിയായ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റാ ഭരിക്കുന്നത്. അവിടെ വെള്ളം കണ്ടത്, പാറപ്പുറത്ത് വെള്ളം കണ്ടത്. നോക്കണം, ഇനി പറ്റൂല. പാറപ്പുറത്ത് വെള്ളം കണ്ടാ പിന്നെ പറ്റൂല. AKG സെന്ററിന്റെ താഴത്ത് തോറ്റു. AKG സെന്ററിന്റെ താഴെ തോറ്റു എന്ന് പറഞ്ഞാൽ ടവറിന്റെ ചോട്ട് റേഞ്ചില്ല എന്നർത്ഥം. അപ്പൊ എന്താണിത്? നിങ്ങളാ പഴയ അവസ്ഥക്ക് പോയി. മന്ത്രി രാജേഷിന്റെ ചളവറ, മറ്റേ രാമകൃഷ്ണന്റെ നൊച്ചാട് എല്ലാം ക്ഷീണായി. AKG സെന്റർ ഞാൻ എണ്ണുന്നില്ല. ഇത്ര അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പാർട്ടി ഇതിനു മുമ്പൊന്നും പോയില്ല. കാരണം നിങ്ങൾക്ക് വലിയൊരു ഗുരുത്തക്കേടുണ്ട്.
നിങ്ങൾ ഈ മലപ്പുറത്തൊക്കെ പറഞ്ഞെന്താ അറിയോ? അനങ്ങിയപ്പോ ജലീലും വെള്ളാപ്പള്ളിയും പിണറായിയും CPM-കാരെയും നമ്മളീ സഖാക്കൾ, ഈ മാപ്പിള സഖാക്കളെ പറ്റി പറയാതിരിക്കുക ഭേദം. ഐറ്റങ്ങൾ ശരിക്കും വഫാത്തിന്റെ ഇതേലാണ്. ആരോടും മുണ്ടുമില്ല, പറയൂല്ല, ഒന്നുമില്ല. എന്നാ ലീഗിനെതിരെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ അപ്പൊ ഒരു ജാഥ ഉണ്ടാവും. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാണ് നമ്മളറിയാം. അപ്പണ്ട് വരും ഒരു വരവ്. അതുവരെ മുണ്ടൂല. ഇപ്പൊ പിണറായി വിജയന്റെ പിന്നിൽ നിൽക്കുക. എന്താണ് ഒരു സഖാവ് പറഞ്ഞത്? മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സായി. മലപ്പുറത്തെ കുട്ടികൾ നോക്കണം, 2025, 30, 35 ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ആര്? അച്യുതാനന്ദൻ. മലപ്പുറത്ത് ഞങ്ങളുണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം മുസ്ലിം പെൺകുട്ടികളെ തട്ടം മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള നേട്ടാന്ന് ഒരു പാർട്ടി പറയാണ്. ഇഷ്ടമില്ലാത്ത ആളെ കൊല്ലാൻ പോകുമ്പോ ലീഗിന്റെ കൊടിയേറ്റല്ല പോണത്, മാഷാ അള്ളാ എന്ന സ്റ്റിക്കറേറ്റാ പോണത്. മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ. ഇവര് ഏത് കൂട്ടക്കാരാണ്? ഈ റോഡിന്റെ ഇവിടെ പ്രശ്നമാക്കാൻ വരുന്നവർ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാർ. ആരാണ് ഈ 6-ാം നൂറ്റാണ്ട്? പാണക്കാട്ട് തങ്ങളെ നൂറ്റാണ്ടല്ല. 6-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറ്റാണ്ടാണ്. അപ്പൊ കണ്ട വഖഫ്, ദേവസ്വം, ശബരിമല എല്ലായിടത്തും കേരി എല്ലാം കൊളാക്കി.